എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ പ്രധാന വിഷയം നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ലോകത്തിൽ ഒരു ഒന്നാം നിരയിലെത്തിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച നമ്മുടെ ടൂറിസം മന്ത്രി, അദ്ദേഹത്തെ ഇപ്പോൾ 4 വശത്തു നിന്ന് ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞ് ടെൻഷൻ പിടിപ്പിക്കുകയാണ്. അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് നന്നാകണമെന്ന് പറഞ്ഞു ഒരു സ്ത്രീയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ആവശ്യത്തിലധികമുള്ള ലക്ഷങ്ങളൊക്കെ കൊടുത്തു. അവർ കേരളത്തിൻ്റെ എല്ലാ ഭാഗവും ചുറ്റിക്കറങ്ങാനുള്ള സംവിധാനവും മന്ത്രി ഒരുക്കി കൊടുത്തു. അവർ കാണാത്ത സ്ഥലങ്ങളൊന്നും ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ മന്ത്രി കരുതി ഇവർ ചാരവരുതിയാണെന്ന്. അതുമല്ല, ഇവർ മടങ്ങിപ്പോകുമ്പോൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ ആരാരും തകർക്കപ്പെടാത്ത എന്തൊക്കെയോ സമ്മാനങ്ങളും ടൂറിസം മന്ത്രിക്ക് കൊടുത്തിട്ടാണ് പോയത്, സമ്മാനിച്ചിട്ടാണ് പോയത് എന്നൊക്കെ പറയുന്നു. എത്ര കണ്ട് വാസ്തവം ഉണ്ടാകുന്നറിയില്ല. എന്നാൽ അതിൽ ഉള്ള പലതും ഈ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന പ്രസൻറ്റേഷൻ എന്നാണ് പറയുന്നത്. കാരണം ഇവർക്ക് ഈ പാകിസ്ഥാനിൽ റെഗുലറായിട്ട് പോയി വരുന്ന അവിടുത്തെ പട്ടാള നേതാക്കളുമായും പട്ടാള മേധാവികളായിട്ട് വെൽ കണക്റ്റഡ് എന്നാണ് പറയുക. കാരണം ഇപ്പോൾ അവരിപ്പോൾ NIA കസ്റ്റഡിയിലാണ്. കാരണം ഇനിയിപ്പോൾ ഈ മന്ത്രിക്ക് എങ്ങാനും വല്ല സമ്മാനം കൊടുത്ത് അതിൽ വല്ല ഡിവൈസ് വല്ലതും കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ എന്ത് നടക്കും ഏത് നടക്കുന്നു വല്ലതൊക്കെ സംവിധാനം, ഇവിടുത്തെ ന്യൂസ് അങ്ങോട്ട് പിടിക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് അറിയില്ല. കാരണം ഈ പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഭയങ്കര ഗുലാന്മാരാണ്. അപ്പോൾ ഇപ്പോൾ ഈ അറിഞ്ഞിടത്തോളം ഈ ചാര വനിത ഒരു ഇൻ്റർനാഷണൽ സാധനം എന്നാണ് പറയുക. പക്ഷേ അത് കേരളത്തിൽ എങ്ങനെ പാവം പിടിച്ച ഈ ടൂറിസം മന്ത്രിയുടെ കയ്യിൽ വന്ന് പെട്ടു. കഷ്ടമായിപ്പോയി. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞുകൊണ്ടൊന്നല്ല ചെയ്തത്. പക്ഷേ ആൾക്കാർ പലതും പറഞ്ഞു. ഇപ്പോൾ എന്തോ ടൂറിസം മന്ത്രി NIA നിരീക്ഷണത്തിലാണെന്ന് പറയുന്നു. ഒന്നും മനസ്സിലാക്കുക, ഒരു പാവം പിടിച്ച വളരെ ശാരീരികമായും ആരോഗ്യപരമായും കഷ്ടപ്പെടുന്ന ഒരു അമ്മായിയപ്പൻ ജീവൻ നിലനിർത്താൻ വേണ്ടി അങ്ങോട്ട് അമേരിക്കയിൽ പോയി വിവരം ഈ കേരളക്കാരെന്ന് മനസ്സിലാക്കണം. മനസാക്ഷിയുള്ളവർ. കാരണം മനുഷ്യനെ മാനസികമായിട്ട് പീഡിപ്പിക്കരുത്. അദ്ദേഹം ആ പാവം പിടിച്ച അമ്മായിയപ്പൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഒരു മരുമകനെ ആ കുടുംബത്തിൽ പിടിച്ച് കയറ്റിയത്. അവസാനം മരുമകൻ ഒരു NIA നിരീക്ഷണത്തിൽ പെടാമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? അദ്ദേഹം ലക്ഷങ്ങൾ മുടക്കി ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ നികുതി പണവും കൊണ്ട് ഒരു 10 ദിവസമൊക്കെ ഒന്ന് കറങ്ങിച്ചുറ്റി പോകാമെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഈ ചാര വനിത ഇങ്ങനെയൊക്കെ ഈ മന്ത്രിയെ കൊടുക്കുമെന്ന് ആരറിഞ്ഞു? കൊടുക്കൊന്നും സത്യമായി തന്നെ അങ്ങ് പോകും. NIA ഇങ്ങനെ പലപ്പോഴും പല കേസ് അന്വേഷിച്ചാണ് ഇവിടെ എന്തുണ്ട്, കേരളത്തിൽ എന്തൊക്കെ കാണിച്ചു, പല്ലം കഴിക്കാൻ പറ്റും. അവർക്കൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ ഉണ്ടെങ്കിലല്ലേ പ്രൂവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും ഒന്ന് പറയുന്നു, നമ്മുടെ ടൂറിസം മന്ത്രിക്കൊന്നും ഉണ്ടാകരുത്. അദ്ദേഹം ചെറുപ്പമാണ്. അദ്ദേഹം ഒരു ട്രെൻഡ് കാണും, ഒന്ന് തൻ്റെ പേഴ്സണാലിറ്റി ഒന്ന് ഡെവലപ്പ് ചെയ്യാനൊക്കെ പലതൊക്കെ ചെറിയ കളിയൊക്കെ കളിക്കും. അത് സ്വാഭാവികമാണ്. ഒരു ടൂറിസം മേഖലയെന്ന് പറഞ്ഞാൽ അവിടെ വലിയ കളികൾ കളിക്കാനുള്ള ഒരു വേദിയാണ്, ഒരു ഡൈസാണ്. അതുകൊണ്ടാണ് അമ്മായിയപ്പൻ ആ ഡൈസ് തന്നെ മരുമകന് കൊടുത്തത്. നമുക്കെല്ലാം അറിയാവുന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് പറയുന്നു, പാവം പിടിച്ച അമ്മായിയപ്പനെ ടെൻഷൻ പിടിപ്പിച്ച് ഇങ്ങോട്ടേക്ക് പിടിച്ചു വരുത്തരുത്. അദ്ദേഹത്തിന് കോപം വന്നാൽ അദ്ദേഹത്തിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുമല്ലോ. അദ്ദേഹം കോപിച്ചാൽ അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും പബ്ലിക്കിന്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരുമകൻ ഇവിടെ കുഴപ്പങ്ങളൊന്നും കാണിച്ചിട്ടില്ല. കുഴപ്പം കാണിച്ചെന്ന്
ഈ കുറച്ച് ആൾക്കാരിങ്ങനെ പറഞ്ഞു, പ്രധാനമായും ഈ മാധ്യമക്കാരാണ് അതിൽ കൂടുതലും വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏറ്റവും ബുദ്ധിമുട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹം ഇരുന്നിരുന്ന് ഓരോരോ പ്രസ്താവനകളോട്ട് ഇറക്കും. സങ്കടം തോന്നുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഇടയ്ക്കിടയ്ക്ക് ചില കവിതകളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ പാട്ടുകളും ഒക്കെ തട്ടിവിടാറുണ്ട്, നല്ല പ്രാസമൊത്ത്. എന്തായാലും അത് കേൾക്കാൻ നല്ല രസമുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ആ ചാരവഴുതി ഇപ്പോൾ എങ്ങാണ്ട് എന്നയുടെ കസ്റ്റഡിയിലാണെന്ന് കേൾക്കുന്നത്. ഇനി അവരുടെ വെളിപ്പെടുത്തലിൽ കൂടിയേ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ലായിട്ടുണ്ടോ എന്നൊക്കെ അറിയേണ്ടത്. പിന്നെ ഏറ്റവും മർമ്മപ്രധാനമായ നമ്മുടെ ഒരു ഏരിയയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. അവിടെയെല്ലാം ഇവർ പോയി സന്ദർശിച്ചെന്നൊക്കെയാണ് കേട്ടത്. പിന്നെ ഫോർട്ട് കൊച്ചി എല്ലാ ഭാഗത്തും. പിന്നെ NID എന്ന ഒരു ആംസ് സ്റ്റോറേജ് എന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ എറണാകുളത്ത്, തൃക്കാക്കരയുടെ ആ ഭാഗത്തായിട്ട്, തൃക്കാക്കര എന്ന കളമശ്ശേരിയിലോട്ട് പോണ വഴിക്ക്. ഇനി അവിടെ ആ ഗോഡൗണിലെങ്ങാനും പോയിട്ടുണ്ടോ എന്നറിയില്ല. ഒരു വലിയൊരു വടികൾ ആമിനേഷൻ ഡംപിങ് ഏരിയയാണ്. എനിവേ, വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല നമുക്ക് വിശ്വസിക്കാം. ഒരു ടൂറിസത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സ്റ്റേറ്റിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി, കേരളത്തിലേക്ക് വേണ്ടി ഒരു ടൂറിസം മന്ത്രി ഒരു വനിതയെ കൊണ്ടുവന്ന് കുറച്ച് ഫാഷനും കുറച്ച് കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടി. അത് ചാരവനിതയൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ചിലവരുടെ വാക്കുകൾ അത്ര നന്നല്ല. തെമ്മാടിത്തരങ്ങളും പറയാറുണ്ട്. അത് ചെയ്യരുത്. പാവം ഒന്നുമില്ലെങ്കിൽ ഒരു വയസ്സൻ, അതായത് അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ മറ്റൊരു രാജ്യത്ത് സുഖമില്ലാത്ത കാരണം പോയിരിക്കുകയാണ്. അദ്ദേഹം സുഖമായി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരട്ടെ. അങ്ങനെ ഇടയ്ക്ക് വെച്ച് അങ്ങോട്ട് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവരോടും എനിക്ക് ഇതേ പറയാനുള്ളൂ. ആർക്കും ഇവർക്കൊരു കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ കാണുന്നവരും ഒന്ന് പ്രത്യേകിച്ച് ടൂറിസം മന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം. അവരോട് ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പറയണം നമ്മുടെ ടൂറിസം മന്ത്രിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു പുതിയ വിശേഷങ്ങളുമായി. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.